കാലടി സർവകലാശാലയിൽ വിസിക്ക് ശവമഞ്ചമൊരുക്കിയെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന SFI. സർവകലാശാലയിലെ സംഘപരിവാർ ആഭിമുഖ്യത്തിലുള്ള ജീവനക്കാരാണ് വ്യാജ പ്രചാരണത്തിലെന്ന് പിന്നിലെന്നും SFI ജില്ലാ സെക്രട്ടറി ആശിഷ് ആനന്ദ് പറഞ്ഞു. സർവകലാശാലയിലെ തിയേറ്ററിൽ പ്രവർത്തനരഹിതമായ സ്പോട്ട് ലൈറ്റുകൾ ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾ നാടകം അവതരിപ്പിച്ചിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളാണ് ചില മാധ്യമങ്ങൾ വ്യാജ വാർത്തയ്ക്കായി ഉപയോഗിച്ചതെന്നും ജില്ലാ സെക്രട്ടറി ആശിഷ് വ്യക്തമാക്കി. കാലടി സർവകലാശാലയിൽ കഴിഞ്ഞ 24 ദിവസമായി സമരം തുടരുകയാണ് SFI. ഗസ്റ്റ് അധ്യാപക നിയമനം സമയബന്ധിതമായി പൂർത്തിയാക്കുക, കോഴ്സ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് സമയബന്ധിതമായി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുക, യൂണിവേഴ്സിറ്റിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങി 18 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഇത്രയും ദിവസമായിട്ടും ഈ സമരത്തെ തിരിഞ്ഞു നോക്കാത്ത മാധ്യമങ്ങളാണ് SFI പ്രതിഷേധത്തെ തെറ്റായ രീതിയിൽ ചിത്രീകരിച്ച് വാർത്ത നൽകിയതെന്ന് ജില്ലാ സെക്രട്ടറി ആശിഷ് ആനന്ദ് പറഞ്ഞു. സർവകലാശാലയിലെ തിയേറ്ററിൽ പ്രവർത്തനരഹിതമായ സ്പോട്ട് ലൈറ്റുകൾ ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾ നാടകം അവതരിപ്പിച്ചിരുന്നു. ലൈറ്റുകൾ മരിച്ചതായി പ്രതീകാത്മകമായി പ്രഖ്യാപിച്ചായിരുന്നു നാടകം നടത്തിയത്. സംഘപരിവാർ ആഭിമുഖ്യമുള്ള സർവകലാശാല ജീവനക്കാർ ഇതിന്റെ ദൃശ്യങ്ങൾ തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചു. വൈസ് ചാൻസലർക്ക് SFI ശവമഞ്ചമൊരുക്കിയെന്ന തരത്തിലായിരുന്നു പ്രചാരണം. ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത് SFIയെ അപകീർത്തിപ്പെടുത്തുകയായിരുന്നുവെന്നും ആശിഷ് ചൂണ്ടിക്കാട്ടി. തിയേറ്റർ ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾ നമുക്കറിയാം, അവർ നാടകം കളിക്കുമ്പോൾ അവർക്ക് ഏറ്റവും അഭിവാജ്യമായ ഘടകമാണ് ലൈറ്റ് എന്നുള്ളത്. ആ ലൈറ്റുകൾ 6 മാസമായി ആ സർവകലാശാലയിലെ തിയേറ്റർ ഡിപ്പാർട്ട്മെന്റിൽ നശിച്ച നിലയിൽ, അല്ലെങ്കിൽ അതിന് പരിമിതികൾ ഉണ്ടായ നിലയിലാണ് ഉള്ളത്. ആ ലൈറ്റുകൾ, കേടായ ലൈറ്റുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ തിയേറ്റർ ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളാണ് അവിടെ ഒരു നാടകം അവതരിപ്പിച്ചത്. ആ ലൈറ്റ് മരിച്ചതായി പ്രതീകാത്മകമായി പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെയായിരുന്നു ആ നാടകം. ആ നാടകത്തിന്റെ ചിത്രങ്ങളെയും ദൃശ്യങ്ങളെയും ഒക്കെയാണ് ആ സർവകലാശാലയിലെ തന്നെ സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന ചില ജീവനക്കാർ വൈസ് ചാൻസലറുടെ ശവമഞ്ചമൊരുക്കി SFI എന്ന നിലയിൽ പുറത്തേക്ക് വിട്ടതും മലയാള മനോരമയും അതുപോലെ തന്നെ മനോരമ ന്യൂസും അടക്കമുള്ള മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു. കഴിഞ്ഞ 1 മാസമായി VC യൂണിവേഴ്സിറ്റിയിൽ എത്തിയിരുന്നില്ല. എന്നാൽ വ്യാഴാഴ്ച സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങാനൊരുങ്ങിയ VCയെ വിദ്യാർത്ഥികൾ തടഞ്ഞു പ്രതിഷേധിച്ചിരുന്നു. VC വിദ്യാർത്ഥികളെ ചർച്ചയ്ക്ക് വിളിച്ച് ഒത്തുതീർപ്പിന് തയ്യാറായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും SFI അറിയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.